മാന്തുക ഇനി കടിക്കുവോ? ഹായ് ഗായ്സ്, ഇന്നെനിക്കൊരു PSC എക്സാം ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതായിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ പന്തളം കഴിഞ്ഞിട്ട് കിടങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പൊ ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഈ സ്ഥലമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓച്ചിറ, കായംകുളം, നൂറനാട്, പന്തളം വഴിയാണ് പോകേണ്ടത്. അപ്പൊ അജിംഷ എപ്പോഴും പറയും എവിടെ പോയാലും ഗൂഗിൾ മാപ്പ് നോക്കി പോകണം. ഓക്കെ, ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ പോവാം. ഗൂഗിൾ മാപ്പ് നൈസായിട്ടൊന്ന് പറ്റിച്ച്. ഇവിടെ അജിംഷ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ വന്നെത്തിയെന്നുള്ള കിടു ഒരു പ്ലേസിലാണ്. അടിപൊളി സ്ഥലമാണ്. ഇറങ്ങി നല്ല അടിപൊളി നെല്ലൊക്കെ. അത് ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല. നല്ല കിടു നെൽപ്പാടങ്ങളൊക്കെയാണ്. അതിന്റെ അടുത്ത് തന്നെ വെള്ളച്ചാട്ടം, ചെറുതായിട്ട് വെള്ളം. വെള്ളമൊക്കെ നല്ല അടിപൊളിയാ, ഒരു രക്ഷയില്ല. ഇറങ്ങി കുളിക്കാൻ തോന്നുക. പക്ഷെ എന്ത് ചെയ്യാനാ, എക്സാമിന് പോകേണ്ടത് കൊണ്ട് താൽക്കാലികമായി നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മൾ ഏകദേശം പന്തളത്തിലേക്ക് പോകാനുള്ള റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇനി നേരെ അങ്ങ് പോകണം. കറക്റ്റ് എത്തുന്നത് പന്തളമായിരിക്കും. അങ്ങനെ നമ്മൾ പന്തളം നഗരസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നീട് കുറച്ചുകൂടെ പോകണം. പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണിത്. പന്തളം ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങായിട്ട് ഒരു തൂക്കുപാലം കാണാം. ഒരു ആനയൊക്കെ നിൽപ്പുണ്ട്. കാട്ടാനയൊന്നും അല്ലെന്ന് തോന്നുന്നു. അതിൻ്റെ താഴെ കൂടെ പുഴയുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജ് അവിടെ നിന്ന് ചെന്ന് പോവാം. നമ്മൾ ആ പാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ ദൂരെ കണ്ട തൂക്കുപാലം കാണാനായിട്ട് പോവാണ്. ഇത് പന്തളം കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെയാണ് ഇത്. ഒരേ സമയം 50 പേരെ നടക്കാവുള്ള. പട്ടാളക്കാരൊക്കെ മാർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞു കുറഞ്ഞ് താഴെ പോകും. പന്തളത്തെയും കുളനടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം. ഇതിന് ഏകദേശം 70 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും ഉണ്ട്. ഈ പാലത്തിന് അടിയിലൂടെ ഒഴുകുന്നത് അച്ചൻകോവിലാറാണ്. നേരത്തെ ആനയുടെ കാര്യം പറഞ്ഞിട്ടേ, ആന അവിടെ ഇട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനൊന്നും കേട്ടോ, നാട്ടാന തന്നെയായിരുന്നു. തേച്ചരച്ച് കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്.
അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട റോഡാണ് അവിടെ അങ്ങ് ദൂരെ കാണുന്ന പാലം. ഇവിടെ ഭയങ്കര ഹെവി കേട്ടോ, കാരണം ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ചാടി തന്നെ ഇത് കുലുങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്നു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എക്സാം വെച്ച് നടക്കത്തില്ല. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മളിത് ആ ബ്രിഡ്ജിലായിരുന്നു. നമുക്കിനി എക്സാമിന് പോവാം. ഇവിടെ ആറന്മുള ഓമല്ലൂർ ബോർഡുണ്ട്. നമുക്ക് ആറന്മുള റൂട്ടിലാണ് പോകേണ്ടത്. കേരളത്തിൽ എവിടെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞൊരു ബോർഡാണ് ഈ ശബരിമലയുടെ ഒരു ബോർഡ്. അത് കേരളത്തിൽ ഇത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർക്ക് അത് വളരെയധികം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥലപ്പേര് എഴുതിയേക്കുന്നതിൽ ഏറ്റവും അവസാനത്തൊന്ന് വായിച്ചു നോക്കിയേ. മാന്തുക. എന്തോ സ്ഥലപ്പേരൊക്കെയാണ്. ഇനി എന്തൊക്കെ കാണണം. വെള്ളം ഒഴുകുന്നൊരു കനാലാണേ, പക്ഷേ വെള്ളമെല്ലാം വെളിയിൽ വരുന്നുണ്ട്. കണ്ട, റോഡിലെല്ലാം കിടക്കുക. പാവപ്പെട്ട ഏതെങ്കിലും മനുഷ്യന്റെ തലയെ പൊട്ടി വീഴാതിരുന്നാൽ മതിയായിരുന്നു. അടിപൊളി. വീണ്ടും ശബരിമല. ഒരുവിധം തപ്പി പിടിച്ച് എക്സാം സെന്ററിലെത്തി. ഞാനങ്ങനെ ക്ലാസ് റൂമൊക്കെ കണ്ടുപിടിച്ചതാ ആ ഭാഗത്തായിട്ടാണ്. ആരൊക്കെ നിൽപ്പുണ്ട് അവിടെ. അടിപൊളിയാണ്. ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ പോവാണ്. എക്സാം കഴിഞ്ഞിട്ട് വന്നതാണ്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അടിപൊളിയായിരുന്നു പഠിക്കുന്നവർക്ക്. ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നു. തിരിച്ചു പോകാൻ പോവാണ്. ഗായ്സ്, എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ആകെപ്പാട് ടയർഡായിപ്പോയി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ക്ഷീണിച്ച്. എന്തൊരു വെയിലാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you so much. Bye bye.